വളരെ പ്രസിദ്ധമായ ഒരു സംഭവം, ഒരു സഹാബി സ്വപ്നം കാണുകയും ആ സ്വപ്നത്തിൽ രണ്ട് സഹോദരന്മാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം പ്രവാചകനോട് സംസാരിച്ച വിഷയം നാം കേട്ടതാണ്. അതിലൊരു ചെറുപ്പക്കാരൻ ഷഹീദായിക്കൊണ്ട്, യുദ്ധത്തിൽ രക്തസാക്ഷിയായിക്കൊണ്ട് മരണപ്പെടുകയും മറ്റൊരാൾ അതിനുശേഷം കുറച്ചു കഴിഞ്ഞതിന് ശേഷം സാധാരണ രൂപത്തിൽ മരണപ്പെടുകയും ചെയ്ത രണ്ടാളുകളെ കുറിച്ച് എന്തുകൊണ്ടാണ് പ്രവാചകരെ രക്തസാക്ഷിയല്ലേ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്? ഞാൻ സ്വപ്നത്തിൽ കണ്ടത് അല്ലാത്ത ആളാണ് സ്വർഗത്തിൽ നേരത്തെ കടന്നത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, രണ്ടാമതാൾ അയാളുടെ ജീവിതത്തിൽ പിന്നീട് അയാൾക്ക് ഒരു റമദാൻ പൂ കൂടി കിട്ടിയിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയിരുന്നു പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ ആ റമദാനിന്റെ പുണ്യമാണ്, ആ റമദാനാണ് ആദ്യം സ്വർഗത്തിലേക്ക് എത്താൻ അയാൾക്ക് കാരണമായത് എന്നുള്ള ഒരു ഹദീസ് നാം കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര കാലം ഈ ലോകത്ത് ജീവിക്കുന്നുവോ അത്രയും കാലം റമദാനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റമദാൻ മാസത്തിന്റെ പുണ്യം സമ്പാദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് സ്വർഗപ്രവേശനം എളുപ്പമാകുകയും സ്വർഗത്തിലെ മഹനീയമായ പദവികൾ ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നതിന്റെ ഒരു സൂചന മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇത് നാം ആലോചിച്ചു നോക്കൂ. റമദാൻ മാസത്തിലേക്ക് നാം കടന്നു വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴാണ് നാം റമദാനിലും അല്ലാതെയും ചെയ്യുന്ന ഒരുപാട് നന്മകളെ നമുക്ക് പോസിറ്റീവായിക്കൊണ്ട് അതല്ലെങ്കിൽ അത് പുണ്യകരമായ ഒരു അമലാക്കി മാറ്റാനുള്ള ഒരു മാർഗം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നുള്ള ആശയമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ നെയ്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് കൂലി കിട്ടുക. ഒരു ചെറിയ ലളിതമായ ഒരു ഉദാഹരണം, നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു തണ്ണിമത്തൻ വത്തക്ക വെക്കുന്ന ഒരാള്, അയാളടുത്ത് നിന്ന് നമ്മളൊരു വത്തക്ക വാങ്ങുന്നു. ആ വാങ്ങുമ്പോഴുള്ള നമ്മുടെ നെയ്യത്ത് ഇത് കൊണ്ടുപോയി നമുക്ക് എല്ലാവർക്കും കൂടി ഭക്ഷണം കഴിച്ച് ശീതളമായി റമദാൻ അല്ലെങ്കിൽ നോമ്പുതുറ ആക്കാം എന്നതിനപ്പുറം ഞാൻ ഈ ചെയ്യുന്ന കാര്യം, ഈ ഫ്രൂട്ട് ഞാൻ വാങ്ങി ഇതെന്റെ മക്കൾക്ക് കൊടുത്താൽ എന്റെ ഭാര്യയുടെ വായിൽ വെക്കുന്ന ഒരു ഭക്ഷണ സാധനത്തിന് പോലും പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അങ്ങനെ ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് പുണ്യകർമ്മമാണ്, അല്ലാതെ എന്റെ കുടുംബനാഥൻ എന്നുള്ള നിലക്ക്, ഗൃഹനാഥൻ എന്നുള്ള നിലക്ക് എന്റെ ബാധ്യത മാത്രമല്ല, മറിച്ചൊരു പുണ്യകരമായ ഒരു കാര്യമാണ്. എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യക്ക്, എന്റെ കുടുംബക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണം അവരുടെ വായിൽ വെച്ചു കൊടുക്കുന്നത് പുണ്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഈ നെയ്യത്തോടു കൂടി നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ റമദാനിലെ ഓരോ പ്രവർത്തനവും ധന്യവും പുണ്യകരവുമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സുബഹിക്ക് മുമ്പ് നമ്മൾ എണീക്കുന്നു. ഒരു ദിവസത്തെ ഒരു റമദാനിലെ ദിനകർമ്മങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സുബഹിന്റെ മുമ്പ് തന്നെ നമ്മൾ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥന അവിടെ നമ്മൾ തുടങ്ങുന്നു. ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് നമ്മൾ ഒതു എടുക്കാൻ വേണ്ടി പോകുമ്പോ ബാത്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മര്യാദകൾ, അവിടെയുള്ള പ്രാർത്ഥന, കൈ കഴുകുമ്പോൾ പോലും നമ്മൾ ആദ്യം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ കൈ കഴുകണം. കാരണം ഈ കൈ ഉറക്കത്തിൽ എവിടേക്കോ ചിറ്റിയതാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ, അതിന് ബാത്തത്തെ അതഹൂന്ന പറഞ്ഞു. അപ്പോ അതുപോലും നമ്മൾ ചെയ്യുന്നത്, നബി പറഞ്ഞിട്ടുണ്ട് കൈ കഴുകാൻ, നമ്മൾ സാധാരണ ലെവലിൽ കൈ കഴുകും. നബി പറഞ്ഞിട്ടുണ്ട് കൈ കഴുകാൻ, അതൊരു സുന്നത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അത്താഴം കഴിക്കാൻ ചെല്ലുമ്പോ വിശക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഊർജത്തോടു കൂടി നോമ്പിനെ സമീപിക്കാൻ വേണ്ടിയാണ് അത്താഴം കഴിക്കുന്നത്. അതിന് തകരാറൊന്നുമില്ല. നല്ല പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ, മധുരവും എണ്ണയുമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി കൂടുതൽ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ നന്നായി കഴിച്ചാൽ പകല് പ്രയാസമില്ലാതെ ക്ഷീണമില്ലാതെ ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ അത്താഴം കഴിക്കുന്നതിൽ പുണ്യമുണ്ട്, സുന്നത്തുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സുന്നത്തിന്റെ ഭാഗമായിട്ടാണ് ഞാനത് കഴിക്കുന്നു എന്നുള്ള നിയ്യത്ത് കൊണ്ടായാൽ നമ്മൾ കഴിക്കുന്ന അത്താഴത്തിന് പുണ്യം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് മാറുന്നേ ഉള്ളൂ. ഇതാണ് ഒരു വിശ്വാസി എങ്ങനെയാണ് റമദാനിനെ ധന്യമാക്കേണ്ടത് എന്നതിന്റെ ചെറിയൊരു ഉദാഹരണം.
നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഉദാഹരണത്തിന് നമ്മൾ എണീറ്റ് അത്താഴം കഴിക്കുന്നതിന്റെ ഒപ്പം നമ്മൾ വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിക്കുന്ന ആൾക്ക് 5 സുന്നത്തുണ്ട് എന്നാണ്. ഇരുന്നു കൊണ്ട് കുടിക്കുക, വലത് കൈയിൽ കുടിക്കുക, കുടിക്കുന്ന കാര്യങ്ങൾ ഇറുക്കി ചെല്ലുക, തുടക്കത്തിൽ ബിസ്മി ചെല്ലുക, അവസാനത്തിൽ അൽഹംദുലില്ലാഹ്. 5 പുണ്യമാണ്, 5 വ്യത്യസ്തങ്ങളായ സുന്നത്തുകളാണ് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു, മനസ്സിൽ നല്ല നെയ്യത്തുമുണ്ട്, നാളെ നോമ്പ് തീർക്കണം എന്നുള്ള നെയ്യത്തോടു കൂടി നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം ഒതുവിന്റെ സുന്നത്തോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള വിത്തറിന്റെ എന്തെങ്കിലും സുന്നത്ത് നമസ്കാരങ്ങളുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പള്ളിയിലേക്ക് വരുമ്പോ നമ്മളിടുന്ന ചെരുപ്പ്, പള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന മുതൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാൽപ്പാടുകൾക്കും പുണ്യമുണ്ട് എന്ന് ഹദീസിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നടന്നു വന്നാൽ ലോക്കലായി നമുക്ക് നടന്നു വരാം. ഇത് പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ്. ഓരോ കാൽപാദങ്ങൾക്കും സുന്നത്തുണ്ട് എന്ന് കരുതി വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വന്നു. പള്ളിയിലേക്ക് നമ്മൾ കയറുമ്പോ വലതുകാൽ വെച്ച് നമ്മൾ കയറുന്നു, ഒതു എടുത്ത് വന്ന നമ്മളായിരിക്കും, നമ്മളൊരു സുന്നത്ത് നമസ്കരിക്കുന്നു. എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നത്, പുണ്യം ലഭിക്കുന്ന ഒരവസരമാണ് ബാങ്കിനും ഇഖാമത്തിനും ഇടക്കുള്ള സമയം. ആ സമയം പള്ളിയിൽ, ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദിക്റുകള്, ദുആകള്, ഖുർആൻ പാരായണം ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ളത്. ഞാൻ സുബഹിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ആ പ്രതിഫലം നമുക്ക് ലഭിച്ചു. ഫർള് നമസ്കാരത്തിൽ ശ്രദ്ധയോടുകൂടി നമ്മൾ നമസ്കരിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ തറാവീഹ് നമസ്കാരത്തിന് നിസ്കരിച്ച ആൾക്കാർക്ക് ആ നിസ്കാരത്തിന്റെ ഇടയിൽ പല ജാതി ചിന്തകളും വന്നിട്ടുണ്ടാവും. എന്താണ് ഇത്തരം ചിന്തകൾ വരാനുള്ള കാരണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന കാര്യത്തിന്റെ അർത്ഥം നമുക്കറിയില്ല. അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ ഇപ്പോ ഞാൻ ദീർഘമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണ്, ചുരുക്കം മാത്രം പറയാൻ. ഇപ്പൊ നമുക്ക് ഇന്ന് IT-യുടെ കാലഘട്ടമാണ്, AI-യുടെ കാലഘട്ടമാണ്. ഇന്ന് നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരുപാട് സോഴ്സുകളുണ്ട്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു AI ചാറ്റ് ബോട്ടിനോട് എനിക്ക് റമദാനിൽ 30 ദിവസം കൊണ്ട് ഖുർആൻ മുഴുവൻ മനസ്സിലാക്കാനുള്ള ഒരു പാറ്റേൺ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ ജെമിനിയോടോ ചാറ്റ് GPTയോടോ ചോദിച്ചു നോക്കൂ. കൃത്യമായി സാധനം ഉണ്ടാക്കി തരും. ഇപ്പൊ KTB ഫോർമാറ്റ് എന്നൊക്കെ പറഞ്ഞ ഫോർമാറ്റില് മെഷീൻ ലേണിംഗിലൂടെ ഖുർആൻ പഠിക്കാൻ പറ്റിയ സംവിധാനങ്ങളുണ്ട്. ഞാൻ ചെറുപ്പക്കാരോടാണ് പറയുന്നത്. ആ രൂപത്തിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാല് പദങ്ങൾ മാത്രം, കിതാബ്, KTB, ഈ ടൈപ്പില് ഇത് മുഴുവൻ മെഷീൻ മെമ്മറി രൂപത്തിലേക്ക് ഖുർആൻ പഠിക്കാനുള്ള സംവിധാനങ്ങളുമായി ഇന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഖുർആൻ പഠിക്കാൻ തുടങ്ങുമ്പോ ആ ഖുർആൻ പഠിച്ചാല് ഏത് ആയത്ത് ഇമാം ഓതിയാലും ആ ആയത്ത് ഇന്ന സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാകും. വളരെ ലളിതമാണത്. അപ്പൊ നമുക്ക് ഉറക്കം വരില്ല, നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല. കാരണം അറിയാത്തൊരു കാര്യം, എന്തോ കാര്യങ്ങൾ ഓതുമ്പോഴാണ് ഇടയ്ക്കൊരു ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇബ്രാഹിമിനെ പറ്റിയാണ്, ഇബ്രാഹിം നബിനെ പറ്റിയാണെന്നൊരു ഓർമ്മയാകുകയാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരു സംവിധാനം ഈ റമദാനിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം. അതൊരു സിസ്റ്റമാറ്റിക്കായി ഉണ്ടാക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട്. എല്ലാ ദിവസവും 1 മണിക്കൂർ സമയം ഖുർആൻ പഠിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു AI ചാറ്റ് ബോട്ടിനോട് ചോദിച്ചിട്ട് അവര് തരുന്ന ഡയറക്ഷൻ പ്രകാരം ആദ്യത്തെ ജുസ്, രണ്ടാമത്തെ ദിവസം ഇങ്ങനെ പഠിച്ചാൽ 30 ദിവസം കൊണ്ട് ഖുർആനെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു, അതിന്റെ വിഷയം അതല്ല. അങ്ങനെ സുബഹി ജമാഅത്ത് കഴിഞ്ഞ് നമ്മൾ മുസല്ലയിൽ തന്നെ നമ്മൾ ഇരുന്നാൽ നമുക്ക് ഉംറ ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും പ്രതിഫലമാണ്. നമ്മളെന്താ ചെയ്യുക? സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ നിസ്കരിക്കാൻ വരുമ്പോ തന്നെ കണ്ണ് ഏകദേശം പൂട്ടിയിട്ടാ വരിക, തിരിച്ചു പോയി ഒറ്റ ഉറക്കം ഉറങ്ങാണ്. സാധാരണ പറയാറുണ്ട് ഈ റമദാൻ മാസത്തിന്റെ റെമനന്റ്, ശേഷിപ്പ് എന്താണെന്നതിനെ പറ്റി ചോദിച്ചപ്പോ ആകെ റമദാനിന്റെ ഒരു കാര്യം മാത്രമേ ആൾക്കാർ അടുത്ത മാസങ്ങളിലും ചെയ്യുള്ളൂ, അത് സുബഹിക്ക് ശേഷമുള്ള ഉറക്കാണെന്ന. ആ ഉറക്ക് കണ്ടിന്യൂ ചെയ്യും, ബാക്കി പരിപാടിയൊക്കെ വിടുന്നു പറഞ്ഞ പോലെ നമ്മൾ ആ ഉറക്ക് ഈ ഉദയം കഴിഞ്ഞതിന് ശേഷം ഉദയം വരെ നമ്മൾ ആ മുസല്ലയിൽ തന്നെ ഇരുന്ന് ഓതുകയോ നമ്മൾ ദിക്റുകൾ ചെല്ലുകയോ ഖുർആൻ പാരായണം ചെല്ലുകയോ ഒക്കെ ചെയ്താൽ മഹാപുണ്യമാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബഹിക്കും മഗ്‌രിബിന് ശേഷവും ചെല്ലാനുള്ള പ്രാർത്ഥനകളുണ്ട്. ഏകദേശം ഒരു 15-20 ദുആകളാണ്. അതിപ്പോ നമ്മൾ ഇതിലൊക്കെ ഫോണുകളിലും ഇതിലൊക്കെ അതിന്റെ
പുസ്തകങ്ങളായിട്ടും ചെറിയ സാധനങ്ങളുണ്ട്. ആ ദുആകൾ എല്ലാ ദിവസവും ചെല്ലാൻ നമ്മളൊന്ന് ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിത്യമായി ചെയ്യേണ്ട ദുആകൾ നമുക്ക് ലഭിക്കും. അപ്പൊ അത് നമ്മൾ ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് ചെയ്യാവുന്ന ദുഹാ നമസ്കാരം, ഇഷ്റാഖ് നമസ്കാരം തുടങ്ങിയ നമസ്കാരങ്ങളൊക്കെ നമ്മൾ ഒരു ശീലമായിക്കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊന്ന് നമ്മുടെ ഫോണിൽ തന്നെ കൃത്യമായ രൂപമുണ്ടാക്കിയാൽ ഈ കണ്ണൂര് നമ്മുടെ ചുറ്റുപാടും എത്ര പള്ളികളുണ്ട്. ഫർള് നമസ്കാരം കൃത്യമായി ലഭിക്കാൻ നമ്മൾ വിചാരിച്ചാൽ നമ്മുടെ ഷോപ്പിന്റെ അടുത്ത്, നമ്മുടെ സ്ഥാപനങ്ങളുടെ അടുത്തൊക്കെ പള്ളികളുണ്ട്. അപ്പൊ അവിടെ പള്ളികളിലേക്ക് നമുക്ക് പോയ മറ്റു വക്തങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയണം. അപ്പൊ അവിടെ എത്തുമ്പോൾ റവാത്തിബ് സുന്നത്തുകൾ ഉണ്ടാവും, പള്ളിയിൽ കയറിയാളുടെ സുന്നത്ത് ഉണ്ടാവും. ഈ സുന്നത്തൊക്കെ ഓരോന്നും നമ്മൾ മത്സരിച്ച് ചെയ്യാൻ തുടങ്ങിയാൽ നാളെ പരലോകത്ത് ഈ ദറജകൾ ഇങ്ങനെ കിട്ടുന്നത് നമുക്കറിയില്ലേ. ഇപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് പോയി, ഇപ്പൊ ചില കോൺഫറൻസുകൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാം ചില ആൾക്കാർക്ക് ചിലതുണ്ടാവും. ഇപ്പൊ ഫാക്കൽറ്റി പൊസിഷനൊക്കെ ഉള്ള ആൾക്കാർക്ക്, വലിയ വലിയ നേതാക്കന്മാർക്ക് 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാവും. സാധാരണ ഡെലിഗേറ്റിന് ചെറിയ ലോഡ്ജ് പോലുള്ള റൂം ഉണ്ടാവും, അല്ലാത്ത ആൾക്കാർക്ക് വേറെ ഉണ്ടാവും. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നതാണ്. പൈസക്കാര് വലിയ സാധനം. അപ്പോ പരലോകത്ത് ഓരോരുത്തരുടെയും ദറജകൾ തമ്മിൽ വലിയ അന്തരം ഉണ്ടാകുന്നതാണ്. അപ്പൊ ജസ്റ്റ് സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളും ഫിർദൗസിൽ വരുന്ന, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ വരുന്ന ആളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും. ആ വ്യത്യാസം കണക്കാക്കപ്പെടുന്നത് നാം ചെയ്യുന്ന അമലുകളെ വിചാരിച്ചിട്ടാണ്. അപ്പൊ അമലുകൾ, ഒരു സുന്നത്ത് നിസ്കാരം ആയാൽ എനിക്ക് അതിനേക്കാൾ വലിയൊരു ദറജ കിട്ടും, എന്റെ പാപങ്ങൾ പുറത്തു തരും എന്നുള്ള രൂപത്തിൽ നമ്മൾ ഈ സുന്നത്തുകളോട് നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകൾ, പ്രത്യേകിച്ച് അത് റമദാനിൽ ഒരു ശീലമാക്കിയാൽ അത് വലിയ മാറ്റം ഉണ്ടാകും. ഇത് റമദാനിൽ മാത്രമുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ പറഞ്ഞ ഒന്നും, ഈ നോമ്പെടുക്കുക എന്നൊഴിച്ച് ബാക്കിയെല്ലാം എല്ലാ മാസത്തിലും ഉണ്ടാകും. പക്ഷെ റമദാന് ഒരു പരിശീലനമായിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അതേപോലെയാണ് ഓരോ കാര്യങ്ങളും. നമസ്കാരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, നോമ്പ് തുറക്കുന്ന കാര്യം പറഞ്ഞു. നോമ്പ് തുറക്കുമ്പോഴൊക്കെ അതിനുവേണ്ടി ധൃതി കൂട്ടിയാൽ പുണ്യമുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ പറഞ്ഞതുപോലെ തന്നെ വലത് കൈകൊണ്ട് നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് ചെയ്താൽ ഇതിലൊക്കെ ഉള്ള പുണ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ പുണ്യം കിട്ടാനാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്താൽ റമദാനിനെ നമുക്ക് ധന്യമാക്കാൻ കഴിയും. പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങൾ, ഇപ്പോ നമ്മൾ പള്ളിയിൽ വെച്ച് നടക്കുന്ന തറാവിഹ് ജമാഅത്ത് നമസ്കാരം അടക്കമുള്ളതിൽ ഒരു ഉപേക്ഷയും വരുത്താതെ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് മാറ്റമുണ്ടാക്കാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. പല ആളുകൾക്കും ഒരു പ്രാവശ്യം പോലും ഖുർആൻ ഓതി തീർക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ നമ്മുടെ സൗകര്യങ്ങൾ പ്രകാരം ഒരുപാട് സമയം നമ്മൾ ലാഭിക്കുന്നുണ്ട്. പണ്ട് കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് പോയി വരണമെങ്കിൽ 3.5 മണിക്കൂറൊക്കെ എടുത്തിരുന്നു. ഇപ്പൊ വലിയ വലിയ ട്രെയിനുകളും സംവിധാനം വന്നപ്പോ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് പോകാൻ കഴിയും. ഈ ബാക്കിയുള്ള 1.5 മണിക്കൂർ നമ്മൾ എന്താ ചെയ്യുന്നത്? വെറുതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ അനാവശ്യമായ എന്തെങ്കിലും സാധനം നോക്കുന്നു. പ്രത്യേകിച്ച് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല നമ്മൾ. അപ്പൊ ഈ മിച്ചം വരുന്ന സമയം നമ്മൾ ഇബാദത്തുകൾക്ക് വേണ്ടിയിട്ടും പഠനത്തിന് വേണ്ടിയിട്ടും ദീനിന് വേണ്ടിയിട്ടും ചെലവാക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ കിട്ടും. പണ്ട് കാലത്ത് നടന്നുപോയി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് ഇപ്പൊ നമുക്ക് വാഹനങ്ങളുണ്ട്. പണ്ട് നമ്മൾ 12 മണിക്കൂർ ജോലി ചെയ്യേണ്ട ആൾക്കാർക്ക് അതിനേക്കാൾ കൂടുതൽ പൈസ 4 മണിക്കൂർ 5 മണിക്കൂർ ജോലി ചെയ്തപ്പോ കിട്ടുന്നുണ്ട്. അപ്പൊ അത് മുതലാക്കാൻ, അത് നമുക്ക് ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ റമദാനിനെ കൊണ്ട് സാധിക്കണം. കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ പാരായണം. അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ഖുർആന് നമ്മൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് ചെല്ലിയാൽ വലിയ പ്രതിഫലമുണ്ട്. ഇനി അർത്ഥമറിയാത്ത ഒരാൾ ചെല്ലിയാലും അയാൾക്കും പ്രതിഫലം കിട്ടും. എത്രമാത്രമാണ് അതിന്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ, അലിഫ് ലാം മീം എന്ന് ഒരാൾ ചെല്ലിയാൽ അയാൾക്ക് 1 പ്രതിഫലമല്ല 3 പ്രതിഫലമാണ്. കാരണം എന്താ? ഓരോ ഹർഫിനും പ്രതിഫലം കിട്ടും. അലിഫ് ഹർഫ്, ലാം ഹർഫ്, മീം ഹർഫ്, 3നും 3 പ്രതിഫലം നമുക്ക് ലഭിക്കും. ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സഖറാത്തിലുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം. മരണാസന്നരായ ആൾക്കാരോട് ചോദിച്ചാൽ പരിശുദ്ധ ഖുർആൻ തന്നെ വിശദീകരിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചു നേരം കൂടി കിട്ടുമോ? ലാല്യം അമൽ സ്വാലിഹൻ എന്ന് പറഞ്ഞ പരിശുദ്ധ ഖുർആനിലുണ്ട്. കുറച്ചുകൂടി ഒന്ന് കിട്ടിയാൽ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഒരു കാര്യമില്ലാതെ വെറുതെ കിടന്നുറങ്ങിയ നേരം അല്ലെങ്കിൽ അനാവശ്യമായ സംസാരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയാണ് നമ്മൾ എന്താ ആലോചിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മുടെ സുഹൃത്തിനോട് എന്തെങ്കിലും ഒരു സംസാരം പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മളെ ഫോൺ അത് റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അവരൊരു അൽഗോരിതം ഉണ്ടാക്കി തരാണ് നമ്മുടെ തലച്ചോറിന്. ഇന്ന് ഇവൻ ഇത് കാണട്ടെ, എന്നിട്ട് കാണാനുള്ള സാധനം അടുത്തടുത്തെടുത്തു. എത്ര സമയമാണ് നമ്മൾ ഫോണിൽ? എല്ലാവരുടെ ഫോണിലും ഉണ്ടാകും ഓരോ വീക്കിലി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം.
സാധാരണ ഞായറാഴ്ചകളിലൊക്കെ റിപ്പോർട്ട് കിട്ടും. ആ റിപ്പോർട്ട് നോക്കിയാൽ പല ആൾക്കാരും ഓരോ ദിവസവും 5 മണിക്കൂറൊക്കെയാണ് ഫോണുമ്മ തിരിഞ്ഞു കളിക്കുന്നത്. 5 മണിക്കൂർ. ആ 5 മണിക്കൂർ പ്രൊഡക്റ്റീവായി എന്തെങ്കിലും ചെയ്താല് ഒരു തലമുറക്കുള്ള സമ്പാദ്യം ഉണ്ടാക്കാം. അപ്പൊ 5 മണിക്കൂറൊക്കെ ഒരു കാര്യമില്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തോണ്ടി ഇരിക്കുന്നതിന് പകരം അതിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഖുർആൻ പഠിക്കാനും ദീനിയായ ക്ലാസുകൾക്കും വേണ്ടിയിട്ടൊക്കെ നമുക്ക് സാധിക്കണം. ഇപ്പൊ റിലേ TV എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ സംവിധാനം അതാണ്. രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ നല്ല നല്ല ക്ലാസ്സുകൾ കേൾക്കുക. ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയാൽ നമ്മുടെ അൽഗോരിതത്തിൽ അടുത്ത ക്ലാസ്സാ വരിക. അതാ ഞാൻ പറയുന്നത്. നമ്മൾ രാഷ്ട്രീയമായ കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ വരും. സിനിമനെ പറ്റി ഇങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയാൽ സിനിമയെ വരുള്ളൂ. എന്നാൽ നമ്മൾ റിലേ TVയിലൂടെ ദീനിയായ കാര്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയാൽ നമ്മളെ ഫോണിൽ പിന്നെ ദീനിയായ കാര്യങ്ങൾ വരികയുള്ളൂ. ഈ ഒരു ഡൈവേർഷൻ ഉണ്ടാക്കാൻ നമ്മളെ ചിന്തകളെ, നമ്മളെ ആഗ്രഹങ്ങളെ, നമ്മൾ എന്താ ആലോചിക്കുന്നു എന്ന് ചിന്തിക്കുന്ന അൽഗോരിതങ്ങളെ മാറ്റിവെക്കാൻ വരെ റമദാനുകൾക്ക് സാധിക്കണം. അത് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഇടപെടലുകൾ നമ്മൾ ഉണ്ടാക്കണം. അതാണ് വീട്ടിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാകണം. ഇങ്ങനെ ഒരു ഇത് വരുമ്പോ നമ്മൾ കുടുംബത്തിന്റെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര പ്രശ്നം. ഇവിടെയും കൊടുന്നുകൊണ്ട് നിങ്ങൾ ഇത് പറയാണോ എന്നൊക്കെ ചോദിക്കണുണ്ട്. അപ്പൊ ഒന്ന് ആലോചിക്കേണ്ടത്, നമ്മളെ കുടുംബ ഗ്രൂപ്പിലൊക്കെ ഒരു ദീനിയായ ഒരു ക്ലാസ് ഇട്ട് അത് ആരെങ്കിലും കേട്ടാൽ അതിന്റെ ഒരു പുണ്യം നമുക്ക് മാത്രമല്ല കിട്ടുക. ആ ക്ലാസ്സിന് വേണ്ടി ബുദ്ധിമുട്ടിയ പണ്ഡിതരുണ്ടാകും. അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നടന്ന ആളുണ്ടാകും. അതിനുവേണ്ടി ശമ്പളത്തിന് വേണ്ടിയിട്ട് അത് നടക്കാൻ വേണ്ടിയിട്ട് പിരിവെടുത്ത ആൾക്കാർക്ക് വരെ അതിന്റെ പുണ്യങ്ങൾ കിട്ടും. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിലും ചെറുതും വലുതുമായ കാര്യത്തിൽ പുണ്യം നേടാനുള്ള പരിശീലനമായി റമദാൻ ഉപയോഗിക്കാം. പുണ്യം നേടാനുള്ള മാസം എന്നുള്ള അർത്ഥത്തിലല്ല. ഈ പുണ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത 11 മാസത്തേക്കുള്ള ചാർജിങ് ആണ്. ഇത് ചാർജ് ചെയ്ത് വെക്കണം. നമ്മൾ അടുത്ത 11 മാസം കൂടി ഇതേ രൂപത്തിൽ പോകണമെങ്കിൽ ഈ പുണ്യം നമുക്ക് നിലനിൽക്കാൻ കഴിയണം. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഖുർആൻ പഠനം ഞാൻ പറഞ്ഞു, ഖുർആൻ പാരായണം പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളത്. അത് എത്രയാകട്ടെ, ചില ആൾക്കാർക്ക് ചോദിക്കുന്ന ആൾ ചിലപ്പോ ഒരു ഹാർട്ട് ഓപ്പറേഷൻ ഉള്ള ഒരാളാണ് ചോദിക്കണമെങ്കിൽ അയാൾക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു 10 ഉറുപ്പ്യ കൊടുക്കുക, അതുകൊണ്ട് ഒന്നും കൊടുക്കണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ കോടതിയിൽ എങ്ങനെ എന്ത് ഉദ്ദേശത്തിലാണ് നമ്മൾ കൊടുക്കുന്നത് അതിനാണ് പ്രതിഫലം. അല്ല സംഖ്യന്റെ പൂജ്യത്തിന്റെ എണ്ണം നോക്കിയിട്ടല്ല. അപ്പൊ നമ്മളെടുത്ത് അത്ര ഉള്ളൂ, അത്ര ഉണ്ട്, ആ പൈസ നമുക്ക് അയക്ക് കൊടുക്കുക. നമ്മള് വേറെ എന്റെ അടുത്ത് 500 ഇല്ല 1000 ഇല്ല എന്നത് കൊണ്ട് ഉള്ള 10ഓ 20ഓ കൊടുക്കാതിരിക്കരുത്. അങ്ങനെ ഈ കൊടുക്കാനുള്ളൊരു ശീലം ഇപ്പൊ പലപ്പോഴും പറയുന്നത്, ഞാൻ പള്ളിയിൽ പോയാൽ അവിടെ പിരിവോട് പിരിവ്, എപ്പോ ചെന്നാലും പിരിവ് എന്ന് പറയുന്ന തമാശ കേൾക്കാറുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഒരാൾക്ക് നന്മ ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാണ്. അപ്പൊ അയാൾക്ക് ഉള്ളത് ഇട്ടോട്ടെ, ഇല്ലെങ്കിൽ സന്തോഷത്തോടു കൂടി പോയിക്കോട്ടെ. അപ്പൊ ദാനം ചെയ്യാനുള്ള, ധർമ്മം ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അത്തരത്തിലുള്ള കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ, അതേപോലെ തന്നെയാണ് രോഗി സന്ദർശനം, സുഹൃത്ത് സന്ദർശനം തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരെ സഹായിക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഉണ്ടാവും. നമുക്ക് ചെയ്യാൻ പറ്റുക അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു സമാധാനം കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ, റമദാനിന്റെ ദിനരാത്രങ്ങളിൽ പരമാവധി പുണ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അതില് ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന സമയം ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം. സുജൂദ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. സുബൈക്കും മഗ്‌രിബിനും ഇടയിലുള്ള പ്രാർത്ഥനകൾ നാലിച്ചോക്ക് ഒരു ഹദീസിലുണ്ട്, നമ്മള് സുബഹി ജമാഅത്തിന് വരുമ്പോ അവിടെ ആ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടുള്ള മലക്കുകൾ ആകാശത്തേക്ക് പോവുകയും പുതിയ മലക്കുകൾ വരികയും ചെയ്യും. അസറിനും ഇത് തന്നെ സംഭവിക്കും. ഓരോ തവണയും അള്ളാഹു ഈ മലക്കുകളോട് ചോദിക്കും, നിങ്ങൾ വരുമ്പോ എന്തായിരുന്നു അടിമകൾ ചെയ്തിരുന്നു നിൽക്കുമ്പോ, ഞങ്ങൾ വന്നപ്പോ നിസ്കരിക്കുകയാണ്. മറ്റവരോട് ചോദിക്കും അസറിന്റെ, അപ്പോഴും നിസ്കരിക്കുകയാണ്. അപ്പൊ നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള പ്രത്യേകമായ ബഹുമതി കിട്ടുകയാണ്. പലപ്പോഴും സുബഹിയും അസറുമാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ മടി പിടിക്കുന്ന സമയം. വേണോ വേണ്ടേ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോരെ, ഒന്നും കൂടി കെടുക്കുക എന്നൊക്കെ പറഞ്ഞ് മനുഷ്യർ ഗഫലത്തിലാകുന്ന സമയമാണ്. അപ്പൊ ആ സമയങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതേപോലെ തന്നെയാണ് നോമ്പുകാരൻ നോമ്പ് പിടിക്കുന്ന സമയത്ത് നോമ്പ് തുറന്ന ഉടനെയുള്ള ദുആ,
ആ സമയത്ത് നമുക്ക് ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിനോട് പറയാൻ പറ്റിയ കാര്യം. അതേപോലെ തന്നെയാണ് രാത്രി സമയങ്ങളിലുള്ള നമസ്കാരത്തിൽ നമുക്ക് പറയേണ്ടതെല്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടാം. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ആവശ്യപ്പെടണം പടച്ചവനോട് എന്നാണ്. അപ്പൊ ആ രൂപത്തിലേക്ക് പടച്ചവനിൽ കൂടുതൽ അടുക്കാനും അമലുകൾ ചെയ്യാനും ആത്മാർത്ഥമായി ആളുകളെ കാണിക്കാനും, ഞാൻ നല്ലൊരു നിസ്കാരക്കാരനാണ്, ഞാൻ ഭയങ്കര അയാളെടുത്ത് പോയ എത്ര 1000 ഉറുപ്പിക തരും അതുകൊണ്ട് അയാളെടുത്ത് പോവുക, ആ രൂപത്തിലല്ലാതെ നല്ല രൂപത്തിൽ നമ്മൾ ചെയ്ത് മനസ്സിനെ ക്ലിയറാക്കി വിമലീകരിച്ചുകൊണ്ട് ശുദ്ധമായ മനസ്സോടുകൂടി നമുക്ക് റമദാനിനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അതിന് സാധിക്കുന്ന വിശ്വാസികളായി പടച്ച തമ്പുരാൻ നമ്മളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ വലുതും ചെറുതുമായ പാപങ്ങൾ അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ടും സാമ്പത്തിക ബാധ്യതകൾ കൊണ്ടും പ്രയാസപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും പടച്ചവൻ അവയെല്ലാം ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരന്മാർ, സത്യവിശ്വാസികൾ എല്ലാവർക്കും പടച്ചവൻ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതൽ അലീമുൽ ഹകീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.